ഹലോ ഗൈസ്, ഞാൻ കുറച്ച് നാൾ എയറിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്ന് ഭൂമിയിലോട്ട് ലാൻഡ് ചെയ്തത്, അതും എൻ്റെ സെക്കൻഡ് വീടായ ഇൻഡോറിലോട്ട്. ഞങ്ങളിവിടുന്ന് എന്ത് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലും അവസാനം ഇൻഡോറിലോട്ടേ ചെന്നെത്തുള്ളൂ കേട്ടോ. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ പരിചയമായി. ഞാൻ അവിടുത്തെ ലോക്കൽ റിക്ഷക്കാരനടക്കം ഞങ്ങൾ പരിചയമായി, കാരണം പോയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് ആദ്യം ഞങ്ങൾ വിചാരിച്ചു ക്യാബിൽ പോകാമെന്ന്. പിന്നെ ഞങ്ങൾ ഹോട്ടലിൻ്റെ തൊട്ട് മുന്നിൽ റോഡ് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുത്തെ ഗേറ്റ് തുറക്കുന്ന അവരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു, സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച്, ചേട്ടാ ഇവിടെ റിക്ഷ നിർത്തുമെന്ന് ചോദിച്ചാൽ പറയണേ എല്ലാം ബ്ലാങ്ക് ഫേസ് കേട്ടോ. എന്നിട്ട് അവർ പറയുന്നത്, റിക്ഷയ്ക്ക് ബ്രേക്ക് ഉണ്ടെങ്കിൽ റിക്ഷ നിർത്തുമെന്ന്. ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടി നോക്കിയപ്പോൾ അയാൾ ചിരിക്കുന്നില്ല എന്നാൽ ദേഷ്യപ്പെട്ടു. അയാൾ ഭയങ്കര സ്ട്രേറ്റ് ഫേസ് ആയിട്ട് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു. എന്നിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഓ ഷിറ്റ്, അയാളിപ്പോൾ എന്താ ജസ്റ്റ് പറഞ്ഞത് എന്ന്. എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ അവിടുത്തെ റിക്ഷക്കാരനെ വിളിച്ച് സറാഫ മാർക്കറ്റിലോട്ട് പോയി ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് കഴിച്ചു. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്, ഷോപ്സിൽ ഇതാക്കാന്നല്ലാതെ അങ്ങനെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ലെയിൻ അങ്ങനെ ഒരു സംഭവമേ നമ്മുടെ നാട്ടിൽ എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ട് നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാനും കൂടിയും അറിയട്ടെ, ഞങ്ങളും കൂടിയും പോയി നോക്കട്ടെ അതെന്താ സംഭവമെന്ന്. അപ്പോൾ ഇവിടെ ഫുൾ വെജിറ്റേറിയൻ, മോസ്റ്റ്ലി ഇൻഡോറിലുണ്ടല്ലോ, ഞാൻ നോൺ വെജ് അങ്ങനെ കണ്ടിട്ടില്ല. ഫുൾ വെജിറ്റേറിയൻ ആൾക്കാരാണെന്ന് തോന്നുന്നു അവിടുത്തെ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് കാല ജാമുൻ്റെ ഷോർട്സ് അത് അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ കബാബ്, നൂഡിൽസ്, പിന്നെ ചോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ. പിന്നെ ബേർ, ഞാൻ വളർന്നതെല്ലാം നാഗാലാൻഡിലും അസമിലൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന് മുന്നിൽ തന്നെ ബേറിൻ്റെ മരം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ എപ്പോഴും സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് വന്നിട്ട് പറിച്ചിട്ട് തിന്നുമായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ കണ്ടപ്പോൾ ഞങ്ങളതും കഴിച്ചു. കുനാഫ ഈ